ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, മുരുകനെ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ വിളിച്ചാൽ ഒരു അത്ഭുത മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. വിളിക്കേണ്ട ഒരു രീതി പറയുന്നുണ്ട്. എവിടെ നിന്ന് ആർക്കും വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുരുകൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് വെച്ചു കഴിഞ്ഞാൽ ദിവസവും നിങ്ങളിലേക്ക് അളവില്ലാത്ത സമ്പത്ത് മുരുകൻ തരുന്ന ഒരു അത്ഭുത വരിയുള്ള ഒരു മന്ത്രമാണ്. അതുപോലെ വിട്ടുമാറാത്ത കടങ്ങളും വലിയ കടങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന, ജീവിതത്തിൽ വലിയ സമ്പത്ത് നൽകുന്ന മുരുകന്റെ അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. ഇത് നിങ്ങൾക്ക് നിത്യേന ചെയ്യാം, നിത്യേന ജപിക്കാം. അങ്ങനെയുള്ള ഒരു അത്ഭുത മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുഭവമാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, ആവശ്യമുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കണം. വിശ്വാസമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ കൂടെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇന്ന് ഒരുപാട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വന്നു. ഞാൻ ആ നമ്പറെല്ലാം എഴുതി വെച്ച് അവരുടെ അനുഭവങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി മാറ്റുന്നുണ്ട്. കാരണം ഒരു ഓർമ്മയാണ്, ഒരു സന്തോഷമാണ്. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല, അറിയാമല്ലോ. ജീവിതത്തിലെ ജോലി ഒരുപാട് തടസ്സമൊക്കെ വേട്ട് ജോലി കിട്ടാത്തവർ, ജോലി കിട്ടിയവരുണ്ട്, കുറി അടിച്ചവരുണ്ട് അത്യാവശ്യ കാര്യത്തിന്, പിന്നെ കടങ്ങൾ മാറിയവരുണ്ട്, ജോലിയിൽ ഗൾഫിലൊക്കെ ജോലിയിൽ ശമ്പളം വർദ്ധിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ചെയ്തു എന്ന് വേണ്ട ഒരുപാട് അനുഭവങ്ങൾ. ഞാനതെല്ലാം അവരുടെ പേരും ഒക്കെ ബുക്കിലേക്ക് എഴുതി, അവരുടെ നമ്പരും എഴുതി, അവരുടെ അനുഭവം, ഒരു ഓർമ്മ, ഒരു സന്തോഷം ഞാൻ എപ്പോഴും മാറ്റി വെക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള സത്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ, വെറുതെ പറയാറില്ല. അതൊക്കെ എത്രയോ ആളുകളുടെ അനുഭവങ്ങളാണ്, എത്രയോ ആളുകളുടെ ജീവിതം മാറുന്നു. അപ്പം നിങ്ങൾക്ക് മുരുകഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരെല്ലാം ഈ വീഡിയോ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ എല്ലാം ജീവിതം മാറുകയും ചെയ്യും. അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ പറയുന്നതിലുള്ള നല്ല കാര്യങ്ങൾ മാത്രം. പിന്നെ അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന രീതി പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നം, ഒരു കാര്യമേ പറയാവുള്ളൂ, വാട്സപ്പിൽ ഇട്ടാൽ എത്ര തിരക്കാണേലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം ആത്മാർത്ഥയോടെ സത്യസന്ധയോടെ പറഞ്ഞു തരും. അതിന് പീസൊന്നും വിടരുത്. ഇട്ടാൽ തിരിച്ചിടുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് എല്ലാവരും ജീവിതത്തിൽ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമ്പം, ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന നിമിഷം ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈശ്വരന് നന്ദി, മഹത്വം. അതാണ്, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അത് ആ ഒരു ഈശ്വരനാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു വോയിസായിട്ട് ഇടണം, വലിയ കഥയായിട്ട് ഇടരുത്. എനിക്കറിയാം, നല്ല കാര്യം പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വീഡിയോയിലേക്ക് വിശദമായിട്ട് വരുവാണ്. എനിക്ക് തിങ്കളാഴ്ചയെന്നോ ചൊവ്വാഴ്ചയെന്നോ ബുധനാഴ്ചയെന്നോ വെള്ളിയാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ ഞായറാഴ്ചയെന്നോ ഒന്നുമില്ല. എന്നും എനിക്ക് ഫുൾ ടൈം വർക്കാണ്. ഞാൻ വെറുതെ ഇരിക്കാറില്ല, വെറുതെ ഇരിക്കാൻ സമയമില്ല. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾക്കാരും വിളിച്ചാൽ പോലും പോകാറില്ല. ഫുൾ ടൈം. എനിക്ക് ഞായറാഴ്ച ആണെങ്കിൽ പോലും അങ്ങനെ അവധി എന്നുള്ള ഫീലില്ല. പക്ഷെ അത് ഞാനത് ആ ഒരു സന്തോഷത്തോടെ, ഉത്തരവാദിത്വത്തോടെ ദൈവം തന്ന ആ ഒരു നിയോഗം, നല്ല കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ, അറിയാമല്ലോ. സന്തോഷത്തോടെ ചെയ്യുന്നു, ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നു, എല്ലാം നന്മകൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഈശ്വരന് നന്ദി, മഹത്വം. നിങ്ങളുടെ എല്ലാം ജീവൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓം നർപ്പവി 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 എന്ന് പറയുന്നത്. ഇതൊരു അത്ഭുത മന്ത്രമാണ്. ഈ മന്ത്രം നമ്മൾ ജപിക്കുന്ന വെറുതെ ആകത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ആ ശിവബോധം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഞാനിനിയും വിശദമായിട്ട് മുരുകൻ്റെ ആ മന്ത്രത്തിലേക്ക് പറഞ്ഞുതരാം. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. മുരുകൻ്റെ ആ മന്ത്രം നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ദിവസവും രാവിലെ ഒരു 18 തവണ ഈ മന്ത്രം ജപിക്കണം. മന്ത്രം ഇതാണ്: ശരവണ ഭവ നവനിധി പതയേ നമോ നമ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം. ഇതിൻ്റെ ഓം ഉച്ചരിക്കാതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ ജപിക്കുക: ശരവണ ഭവ നവനിധി പതയേ നമോ നമ. ഇത് പല രീതിയിൽ ജപിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഓം ഇല്ലാതെ ജപിക്കുന്ന ഒരു രീതിയാണ്. ശരവണ ഭവ നവനിധി പതയേ നമോ നമ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം.
ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളവറ്റ സമ്പത്ത് മുരുകൻ നൽകുമെന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായി വളരെ ഉയർച്ച, വിട്ടുമാറാത്ത വലിയ കടങ്ങൾ മാറുക, നിത്യേന രാവിലെയും വൈകിട്ടും 18 തവണ ജപിക്കുക. മുരുകനെ സന്തോഷത്തോടെ ശുദ്ധമായ മനസ്സോടെ മുരുകനെ പ്രാർത്ഥിക്കണം. ഭഗവാനോട് നിങ്ങളുടെ സമ്പത്ത് തരണമെന്ന് ആവശ്യപ്പെടണം കേട്ടോ. വടക്കോട്ട് തിരിഞ്ഞെന്നേ ചെയ്യാവുള്ളൂ. എന്നും ചെയ്യാം, ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. പിന്നെ നിങ്ങൾ മാസത്തിലൊന്ന് മുരുകന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യണം. ഏറ്റവും ഭഗവാൻ ഇഷ്ടം പഞ്ചാമൃത അഭിഷേകമാണ്. അത് ചൊവ്വാഴ്ച ചെയ്യുന്നത് നല്ലതാണ്, മാസത്തിൽ ഒരു ചൊവ്വാഴ്ച. ഇനിയും അല്ലെങ്കിൽ ത്രിമധുരം അല്ലെങ്കിൽ നെയ്വിളക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. ഇനി പഞ്ചാമൃത അഭിഷേകം എല്ലാ മാസവും ചെയ്യാൻ പറ്റത്തില്ല, 3 മാസത്തിലൊരിക്കലെങ്കിലും ചെയ്ത് ഭഗവാനോട് നന്ദി പറയണം. മനസ്സിലായി? ഇത് ഭഗവാന്റെ കാര്യമാണ്. അപ്പം ഭഗവാനോട് ദിവസവും നന്ദി പറയണം. പിന്നെ ആഴ്ചയിൽ ഭഗവാന് ഞായറാഴ്ച ഒരു കുമാരസൂക്താർച്ചന ചെയ്യുവാണ് നല്ലതാണ്. അത് 6 വലത്ത് വെച്ചിട്ട് വേണം രസീത് നടക്കി വെക്കാൻ. മുരുകൻ എപ്പോഴും 6 വലത്ത് വെക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രഹസ്യം. ഇനി അതല്ല, നിങ്ങളിപ്പോൾ ഒരു വലത്ത് വെക്കുന്നുള്ളിൽ അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലേക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ദിവ്യ മന്ത്രമാണ്. പ്രധാനമായിട്ട് സാമ്പത്തികം തന്നെ ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം, പ്രധാന ഒരു ഫലം സാമ്പത്തികം. പിന്നെ അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും മുരുകൻ നൽകുന്നതാണ്. അങ്ങനെ ഈ മന്ത്രം ഭക്തിയോടെ വിശ്വാസത്തോടെ ജപിക്കുന്നവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാകും. ഭഗവാൻ ഉണ്ടെ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അളവില്ലാത്ത എന്ന് വെച്ചാൽ നമുക്ക് തിട്ടപ്പെടുത്താനാകാത്ത രീതിയിൽ സമ്പത്തും പണവും എല്ലാം നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. നിത്യേന ചെയ്യുമ്പം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വലിയ കയറ്റം ഉണ്ടാകും. പിന്നെ ഏത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ശമ്പള വർധനവ്, പുതിയ പുതിയ അവസരങ്ങളെ, ജീവിതത്തിൽ പുതിയ പുതിയ ഉയർച്ചകളെ. പിന്നെ മാത്രമല്ല ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് വേറെ കുറേ ഫലങ്ങളുണ്ട്. അതായത് ഈ ചൊവ്വാദോഷം കൊണ്ട് കല്യാണം നടക്കാത്തവർക്ക് ചിലപ്പം ആ കല്യാണം നടക്കാൻ വേണ്ടി ഇത് ഉപകരിക്കും. പിന്നെ ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങളെ, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങാന്, വീട് പണി തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റാത്തവർക്ക്, ഭൂമി വാങ്ങാൻ പറ്റാത്തവർക്കും ഒക്കെ മുരുകന്റെ അനുഗ്രഹം കൊണ്ടേ നടക്കുമെന്നുള്ളതാണ്. മാത്രമല്ല കേസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പാകാനും നമുക്ക് അനുകൂലമാകാനും ഒക്കെ ഉപകരിക്കും. കാരണം മുരുകൻ എന്ന് പറഞ്ഞാൽ അത് ചൊവ്വായും കൂടെ ചൊവ്വായും ചിന്തിക്കാം മുരുകനെ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും മുരുകനെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ചൊവ്വായ ചിന്തിക്കാന്ന്, പക്ഷെ മുരുകനെ കൊണ്ട് ഈ എല്ലാം ചിന്തിക്കാം. കാരണം എന്ന് വെച്ചാൽ ഭഗവാനെ ഒന്നിലും തിട്ടപ്പെടുത്താനൊക്കത്തില്ല. ഒരു ഗ്രഹത്തെ കൊണ്ട് മാത്രം ഭഗവാനെ ചിന്തിക്കുന്നത് തിട്ടപ്പെടുത്താനൊക്കത്തില്ല. ഭഗവാൻ എല്ലാമാണ്. കാരണം ഭഗവാനെ ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്നല്ല പിറവിയെടുത്ത്, ശിവന്റെയും പാർവതിയുടെയും ആ ശിവചൈതന്യം തന്നെയാണ്, പാർവതിദേവിയുടെ ശക്തിയും കൊണ്ടാണ്, ഊർജമായിട്ടാണ് ഭഗവാൻ പിറവിയെടുത്തത്. ഊർജം എന്ന് പറഞ്ഞാൽ അതിന് അളവില്ല, മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനർജി എന്ന് പറയുന്നത്. അപ്പം ഭഗവാന് എല്ലാമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഭഗവാനെ വിളിച്ച് ഏതു ജീവിതത്തിലും എവിടെയും മാറ്റം ഉണ്ടാക്കാൻ പരിമിതികൾക്ക് അപ്പുറമാണ്, ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. പിന്നെ നമ്മൾ പറയുമ്പം ചൊവ്വ ഭഗവാന്റെ സ്വാധീനമുള്ളതാണ്, ശരി തന്നെയാണ്. പക്ഷെ ഇതിനെല്ലാം അപ്പുറമാണ് ഭഗവാൻ. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. അതാദ്യം അറിയുക. ഒരു ഗ്രഹനിലയിലോ 9 ഗ്രഹങ്ങളിലോ ഒന്നും ഭഗവാനെ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ എത്രയോ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലില്ല. ആ ശിവൻ തന്നെയാണ് ഭഗവാൻ, പാർവതീദേവി തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ ഈ സുബ്രഹ്മണ്യൻ, അതായത് ശ്രേഷ്ഠമായ ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ. ഭഗവാനെ കുറിച്ചൊന്ന് അറിയുന്നത്, ഒന്ന് പറയുന്നത്, ഒന്ന് സ്മരിക്കുന്നത് മഹാപുണ്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് നേരം എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ആ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. ദിവസവും ഒരു നേരം ഒരു മന്ത്രമെങ്കിലും മുരുകന്റെ ജപിക്കാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഒരു ദിവസവും ഒരു നേരമെങ്കിലും ഒരു മന്ത്രമെങ്കിലും മുരുകന്റെ ജപിക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴില്ല. കാരണം മുരുകൻ എല്ലാമാണ്, അറിയാവുന്നവർക്കറിയാം. ഇനിയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു. 21 നാരങ്ങ ഒരു തട്ടത്തിലാക്കി ചൊവ്വാഴ്ച വൈകുന്നപാട് 6 വലത്ത് വെച്ച് ശ്രീകോവിലിന് മുരുകന്റെ നടയ്ക്ക് വെക്കുക. ഇനി 6 വലത്ത് വെക്കാത്തവർ ഒരു വലത്ത് വെച്ചാലും മതി കേട്ടോ, അതിൻ്റെ അത് കുഴപ്പമില്ല. പക്ഷെ 6 വലത്ത് വെച്ചാൽ ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ് അവരെ, പെട്ടെന്നൊരു കാര്യം സാധിക്കും. അത് ഞാനന്ന് പറയാൻ കാര്യം, ഞാൻ അന്ന് ഈ പറഞ്ഞ കാര്യം ചെയ്ത ഒരാൾക്ക് വലിയൊരു സാമ്പത്തികമായിട്ടൊരു തുക വന്നു അന്ന് വൈകിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പറഞ്ഞത്. അനുഭവം ഉണ്ടായ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് ചെയ്ത് ഒരു ആൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഒരു മാസമായിട്ട് 1 മാസം സാലറി പെൻഡിങ് ആയിട്ട് വലിയ വിഷയമായിരുന്നു. മുരുകന്
ചൊവ്വാഴ്ച വൈകിട്ട് 21 നാരങ്ങ തട്ടത്തിൽ വെച്ച് വലത്ത് വെച്ച് നടക്കി വെച്ച് കഴിഞ്ഞു. ഉടൻ തന്നെ സാലറി സാങ്ഷനായി. ഒരു മാസം പെൻഡിങ് ഉണ്ടായിരുന്ന ഗൾഫിലെ. നോക്കൂ, ഭഗവാന് എത്ര ഇതാണ്. അപ്പൊ അത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ ഒരു മാസത്തെ ഒരു സാലറി പെൻഡിങ് ആകുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠിപ്പ് അല്ലെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം അതുകൊണ്ട് നടക്കണം. അത് ഇപ്പൊ ചിലപ്പോൾ ലോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്, എല്ലാം പെൻഡിങ് ആയി പോകും. അപ്പൊ ബുദ്ധിമുട്ടുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങളോടെല്ലാം പറയുന്ന കാര്യം, ചൊവ്വാഴ്ച വൈകുന്ന പാട് മുരുകന് 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് 6 വലം വെച്ച് നടക്കി വെക്കുക. 6 വലം വെക്കാത്തൊരു ഒരു വലം, പറ്റാത്തൊരു ഒരു വലം വെച്ചാലും മതി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ എല്ലാം സ്വീകരിക്കും. പിന്നെ 6 വലം വെക്കാവുന്ന ഒരു 6 വലം വെച്ച് വെക്കുക. നിങ്ങൾക്ക് മുരുകൻ സാമ്പത്തികം തരും. നിങ്ങൾ സാമ്പത്തികം ആവശ്യപ്പെടുക കൂടെ വേണം കേട്ടോ. ഭഗവാനോട് ആവശ്യപ്പെടണം, തരും. നിങ്ങളെ കൈവിടത്തില്ല. ഭഗവാനോട് ശുദ്ധമായ ഭക്തി വേണം. ഇതെല്ലാവർക്കും ചെയ്യാം. അത് വലിയൊരു അനുഭവമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കും ചെയ്യാം. അത് ഞാൻ പറയുന്ന ഒരു കാര്യം, അത് വെറുതെ പറയത്തില്ല, സത്യസന്ധമായ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഈ വെള്ളിയാഴ്ചകൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്. ഇപ്പൊ എല്ലാവരും പറയുന്നു, സാറേ എനിക്ക് കടവാന്ന്. പക്ഷെ ഒരുപാട് ആളുകളുടെ കടം മാറി നല്ല നിലയിലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ സന്തോഷത്തോടെ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. രക്ഷപ്പെട്ടു ഒരുപാട് ആളുകൾ. പിന്നെ ഇത് ശരിയായിട്ട് ഈ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യാത്തവരാണ് പിന്നെയും കടവാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്കൊരു വേറെ ഒരു അമ്മ മെസ്സേജ് ചെയ്തത്, ആ അമ്മ പറയുന്ന അമ്മ 3 ആളുടെ പണിയെടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ കുറെ പരിപാടികളുണ്ട് സാമ്പത്തികത്തിനുള്ള. അപ്പം ഭയങ്കര ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ദൃഷ്ടിദോഷം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചെമ്പരത്തിമാല ഗണപതിക്ക് വെള്ളിയാഴ്ച സമർപ്പിക്കാൻ പറഞ്ഞു കൊടുത്തത് ചെയ്ത് ഒരു കുഴപ്പമില്ല. നല്ലൊരു സാമ്പത്തികം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വന്തമായിട്ട് എന്തോ വീട്ടിൽ ചില പരിപാടികളും സ്വന്തമായിട്ട് എന്തൊക്കെയോ തൊഴിലുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ദൃഷ്ടിദോഷം മാറാനും ശത്രുദോഷം മാറാനും ഏറ്റവും നല്ലതാണ് വെള്ളിയാഴ്ച രാവിലെ ചെമ്പരത്തിമാല ഗണപതിക്ക് സമർപ്പിക്കുക. നിങ്ങൾക്ക് എന്ത് ശത്രുദോഷങ്ങളുണ്ടെങ്കിലും മാറിക്കിട്ടും. അത്ഭുതമായ കാര്യം. അപ്പൊ അത് അമ്മയ്ക്ക് അനുഭവമായി. എനിക്കിത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ നമ്പറൊക്കെ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. എൻ്റെ ബുക്കിലുണ്ട്, ആ നമ്പറൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സത്യമുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. ഇത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഈ ശത്രുദോഷത്തിനൊക്കെ ലോകം മുഴുവൻ ഓടി നടക്കുകയാണ്. നമുക്കല്ലേ ദൃഷ്ടിദോഷം കൊണ്ട് നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല. പരാജയങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ ഗണപതിക്ക് ചെമ്പരത്തിമാല സമർപ്പിച്ചു നോക്കുക. രാവിലെ വൈകിട്ടോ ചെയ്യാൻ അത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെട്ടെന്ന് ഫലം കിട്ടാൻ ഏത് ദേവനാണെങ്കിലും വൈകിട്ട് വഴിപാട് ചെയ്യുന്നതാണ് ഫലം. പെട്ടെന്ന് ഫലം കിട്ടും. ഇനി നിങ്ങൾക്ക് അതല്ല, രാവിലെ ചെയ്താലും ഫലം കിട്ടും, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്നൊരു കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വൈകുന്നപാട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു രഹസ്യമായ കാര്യം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അത് അറിയട്ടെ എന്ന് വിചാരിച്ചാൽ പറയുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. കാരണം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ തമ്പുരാൻ തീരുമാനിക്കണം. നമുക്ക് ചുമ്മാ വേണേൽ കുറെ കാര്യങ്ങളൊക്കെ പറയാം, അവിടുന്ന് ഇവിടുന്ന് വായിക്കുന്ന കാര്യങ്ങൾ. അതൊന്നും അല്ല. ജീവിതം കണ്ട് ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് മാറ്റങ്ങൾ വന്ന കാര്യങ്ങൾ ആ പരമേശ്വരന്, ആ ഈശ്വരന്റെ കൃപയാലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് കറക്റ്റാണ്, തലയിലെടുത്ത് മാറ്റുന്ന കാര്യമാണ്. വൈകുന്നപാട് വഴിപാട് ഏത് ദേവനാണെങ്കിലും ദേവിക്കാണെങ്കിലും വൈകുന്നപാട് പോയി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. ഒരു അത്യാവശ്യ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, മോശമാണെന്നല്ല പറഞ്ഞത്. പെട്ടെന്നൊരു കാര്യം സാധിക്കണം, അത്യാവശ്യമാണ് എങ്കിൽ വൈകുന്നപാട് പോയി ചെയ്തു, ഫലമാണ്. പലർക്കും ജാമ്യം കിട്ടാത്തവര്, പല കോൺട്രാക്ടർമാർ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി ഒരു രക്ഷയില്ലാത്തവർ ഒക്കെ ഞാൻ പറഞ്ഞ് ചെയ്ത് അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് റിസൾട്ട്. അപ്പോഴേ വെള്ളിയാഴ്ചകൾ നിങ്ങൾ സാധിക്കുവാണെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ വ്രതം പോലെ എടുക്കണം. വ്രതം പോലെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടങ്ങൾ പെട്ടെന്ന് മാറും. വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഴാഴ്ച വൈകിട്ട് 5 മണി തൊട്ടേ തുടങ്ങണം. തലേദിവസം വൈകിട്ട് 5 മണി തൊട്ടേ ആരംഭിക്കണം. വൈകിട്ട് ചപ്പാത്തിയോ എല്ലാം കഴിക്കുക. അരി ആഹാരം ഉപയോഗിക്കേണ്ട, ചപ്പാത്തിയോ ഫ്രൂട്ട്സോ നിങ്ങളുടെ ജീവിത രീതി അനുസരിച്ച് നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അതനുസരിച്ച് ചപ്പാത്തിയോ അല്ല അങ്ങനെ അരി വേണ്ട, വേറെ എന്തെങ്കിലും കഴിക്കുക, വെള്ളം കുടിക്കുക. വെള്ളിയാഴ്ച രാവിലെ വെളുപ്പിനെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. പോയി അമ്മയെ കണ്ട് അമ്മയ്ക്ക് ഭദ്രകാളിക്ക് നെയ്യ് സമർപ്പിച്ചാൽ പെട്ടെന്ന് സാമ്പത്തികം വരും. നെയ്യോ നെയ്യ് വിളക്കോ അച്ചട്ടാ. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇതുപോലെ ശ്രദ്ധിച്ച് കേട്ടോണം. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ശരിയായിട്ട് വിശ്വാസത്തോടെ. നെയ്യോ നെയ്യ് വിളക്കോ സമർപ്പിക്കുക. ഇപ്പം നമുക്ക് സാമ്പത്തികത്തിന് വേണ്ടി ഇപ്പം നെയ്യോ നെയ്യ് വിളക്കോ മാത്രം സമർപ്പിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല. ദൃഷ്ടിദോഷങ്ങൾ മാറണം.
എന്തേ മാത്രമേ ജീവിതത്തിൽ മാറ്റം വരുത്തുള്ളൂ. പാപദോഷങ്ങൾ മാറണം. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയോ ചെമ്പരത്തി മാലയോ കൂടി ഇതിന്റെ കൂടെ വെക്കുക. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ കൊടുക്കുക. ഭാഗ്യം കൂടെ വന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മൂന്നും കൊടുക്കുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. പിന്നെ ഒരു കടുംപായസം കൂടെ കൊടുക്കുകയാണെന്നല്ല, നിങ്ങളുടെ സാമ്പത്തികം പോലെ പറ്റുന്നു ചെയ്യുക കേട്ടോ, ഞാനതേ പറയുന്നുള്ളൂ. എന്നിട്ട് വെള്ളിയാഴ്ചകളിൽ നമ്മൾ രാവിലെ ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ അരി ചേരാത്ത മറ്റു ആഹാരങ്ങൾ കഴിക്കാം, വെള്ളം കുടിക്കാം. ഉച്ചയ്ക്ക് അരി ചേർന്ന ആഹാരം കഴിക്കാം, എല്ലാം മിത ആഹാരം, വെള്ളം കുടിക്കാം. വൈകുന്നപാട് ചപ്പാത്തിയോ കഴിക്കാം, അരി ചേരാത്ത ആഹാരം കഴിക്കാം, വെള്ളം കുടിക്കാം. പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ പോകുന്നവർക്കാണെങ്കിൽ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ ശനിയാഴ്ച രാവിലെ കൂടെ പോകുന്ന നല്ലതാണ്. ക്ഷേത്രത്തിൽ പോയി ദേവിയെ പ്രാർത്ഥിച്ച് വ്രതം അവസാനിപ്പിക്കാം, തീർത്ഥം കുടിച്ചു. ഇനി അതല്ല, വീട്ടിൽ ദേവിയെ പ്രാർത്ഥിച്ച് ആ വ്രതം അവസാനിപ്പിച്ചതായിട്ട് സങ്കല്പിച്ചാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ സങ്കല്പിക്കാം. അതിലും തെറ്റൊന്നുമില്ല, എല്ലാം നമ്മുടെ മനസ്സാണ്. അപ്പം ഇത് വെള്ളിയാഴ്ച വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മത്സ്യം മാംസം ഉപയോഗിക്കരുത്. സാത്വിക ഭക്ഷണമായിരിക്കണം. ഇത് എന്നും ആണെങ്കിൽ നല്ലതാണ്, പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം ചിലർക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല. അത് പൂർവ്വത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ അത് നന്നായിട്ട് പാലിക്കണം. ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു വ്രതം എടുക്കണം. വെള്ളിയാഴ്ച വ്രതമാണെങ്കിൽ നമ്മൾ സാത്വിക ഭക്ഷണം മാത്രം ഉപയോഗിക്കുക, മത്സ്യം മാംസം പാടില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ച് ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർ വെളിയിൽ നിന്നൊക്കെ ആഹാരം കഴിക്കും. അതുകൊണ്ട് നമുക്കത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. സാത്വിക ഭക്ഷണം എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും വെള്ളിയാഴ്ച നിങ്ങൾ വ്രതം എടുക്കുന്നവർ, ഈ ഒരിക്കലെടുക്കുന്നവർ സാത്വിക ഭക്ഷണം, മത്സ്യം മാംസം കഴിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഉച്ചയുറക്കം പാടില്ല, ആരെയും കളിയാക്കരുത്, പൊങ്ങച്ചം പറയരുത്, മനസ്സുകൊണ്ട് പോലും ആരെയും മോശമായിട്ട് ചിന്തിക്കരുത്. പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക. കൂടുതൽ സമയം ദേവിയെ മനസ്സിൽ, ദേവിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം ആവർത്തിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. ഇപ്പം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അല്ലെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമസ്തുതേ, അല്ലെ പരമേശ്വരി എന്ന് വിളിച്ചാലും മതി. പരമേശ്വരി എന്ന് പറയുന്നതാണല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വരി ആവർത്തിക്കുക. എന്ന് വെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ. ജോലി ചെയ്യാൻ പോകുക, അന്ന് ജോലി ചെയ്യാതെ വീട്ടിൽ ഇരിക്കുകയൊന്നും വേണ്ട, ജോലിക്ക് പോകാം. പക്ഷെ ജോലി ചെയ്യാത്ത ഇടവേളകളിൽ ഈ മന്ത്രം ആവർത്തിക്കാം. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ഇങ്ങനെ വ്രതം എടുത്ത് നിങ്ങൾ നോക്കിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ മാറ്റം വരും. കടങ്ങളൊക്കെ പെട്ടെന്ന് മാറും. അത്ഭുതകരമായ കാര്യമാണ്. വെള്ളിയാഴ്ചയ്ക്ക് വല്ലാതെ പ്രാധാന്യമുള്ളതാണ്. അത് ചെയ്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടായവരുണ്ട്. ഇതെനിക്ക് വാട്സപ്പ് ചെയ്തപ്പം അത് പറഞ്ഞവരുണ്ട്. അവരുടെ നമ്പറൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സന്തോഷത്തിന്. അങ്ങനെയുള്ള സത്യമുള്ള കാര്യം ഞാൻ തന്നെ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ആഷാഢ മാസത്തിലെ 4 ശനിയാഴ്ചയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ 4 ശനിയാഴ്ചയും കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് ചെയ്ത് ഈ സമയത്തിന് കുറിയൊക്കെ അടിച്ചവരുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വന്നു. അതൊക്കെ എത്ര പേര് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഒന്നുകൂടെ ജപിക്കാം. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഈ മന്ത്രം മഹാഭാരത യുദ്ധത്തില് പാണ്ഡവന്മാര് ഈ മന്ത്രം ജപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ മന്ത്രത്തിന് എതിരില്ല. ഏത് ശത്രുദോഷവും സമയദോഷവും മാറ്റുന്ന ദേവിയുടെ അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾ നിത്യവും രാവിലെ ഭദ്രകാളിയമ്മയെ സങ്കല്പിച്ച് ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങളെ, തടസ്സങ്ങളെ എല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് അനുഭവസ്ഥരെ ഒരുപാട് ഞാൻ തന്നെ പറഞ്ഞിട്ട് ചെയ്തവരും. അപ്പം അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഇച്ചിരി ഒരു സിന്ദൂരം എടുത്ത് നിങ്ങൾ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷേ ആകർഷ്യ സ്വാഹ. സ്വയംവര മന്ത്രമാണ് ഇത്. ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും കിട്ടും. ഇത് ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത് എഴുതിയിടാൻ എനിക്കിപ്പോൾ സമയമില്ല, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും അറിയാമെന്നെങ്കിൽ ഒന്നുകൂടെ ജപിക്കാം. കേട്ട് മനസ്സിലാക്കിക്കൊള്ളു, അല്ലെ എഴുതി വെക്കുക. ഓം ഹ്രീം, ഹായ് ആണ്. ഒന്നുകൂടെ പറയാം, ഒരു ഹ്രീമേ ഉള്ളൂ, ഒന്നുകൂടെ പറയാം. ഓം
ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ. ഈ മന്ത്രം ഒരു 3 തവണ കിഴക്കോട് തിരിഞ്ഞു നിന്ന് കയ്യിൽ സിന്ദൂരം വെച്ച് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് സിന്ദൂരം വെച്ചിട്ട് ജപിച്ചിട്ട് ദേവിയോട് അമ്മേ എനിക്ക് സർവ്വതും വശമായി നിൽക്കണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഒരു വട്ടപ്പൊട്ട് വേണം. അതായത് രഹസ്യം. വട്ടത്തിൽ ഇങ്ങനെ കൊട്ടാലും കുഴപ്പമൊന്നുമില്ല, ഈ തൊടുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ തൂത്ത് കളയാം. ചെറിയ വട്ടപ്പൊട്ട് മതി, അല്ലാതെ അവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ഇത് ഞാൻ ചെയ്തവർക്ക് പിണക്കങ്ങൾ മാറിയവരുണ്ട്. മിണ്ടാത്തവർ മിണ്ടിയവര്, പിന്നെ വലിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നവർ പിണക്കങ്ങൾ മാറി ഐക്യമായവര്, ജീവിതത്തിൽ സമ്പത്ത് സമൃദ്ധി ഒക്കെ ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ അച്ചട്ട. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ എൻ്റെ ഇത്രയും വീഡിയോയിലായിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കലഹം മാറും, ഐക്യമാകും, സന്തോഷമാകും, സമ്പത്ത് വരും, തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. കാരണം ഈ മന്ത്രം സ്വയംവര മന്ത്രം എന്ന് പറയുന്നുവെങ്കിലും വിവാഹാദി കാര്യങ്ങൾ നടക്കാൻ മാത്രമല്ല, ശാപദോഷങ്ങൾ തീരാൻ, കർമ്മദോഷങ്ങൾ തീരാൻ, അപാരമായ വശ്യം, സമ്പത്ത്, ഐക്യം എല്ലാത്തിനും ഉപകരിക്കുക എന്നുള്ളതാണ്. അത്ഭുതമായ വിദ്യ കേട്ടോ. നിങ്ങൾ നിത്യേന ചെയ്യാം. ആണുങ്ങൾക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. അമ്മയെ പാർവതി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ശിവഭഗവാന്റെ മുന്നിൽ മാലയും പിടിച്ച് ലജ്ജയോടെ നിൽക്കുന്ന പാർവതി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് അമ്മയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം, ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം ദേവിയാണെന്ന് ഉറപ്പിച്ച് ദേവിയോട് ഭക്തിയും വിശ്വാസവും സമർപ്പണവും ശുദ്ധമായ ഭക്തിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ കടുംബായുസം കൂടെ അമ്മയ്ക്ക് കൊടുക്കണം. ഒരു സന്തോഷം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നെയ്വിളക്ക് കൊടുക്കാം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചുവന്ന പൂക്കൾക്കുള്ള മാല കൊടുക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യാം. ഈ ഓം ഹ്രീം യോഗിനി ചെയ്യുന്നവർ എന്തായാലും കടുംബായുസം കൊടുക്കണം, ചുവന്ന പൂക്കൾക്കുള്ള മാലയും കൊടുക്കണം കേട്ടോ. പിന്നെ നെയ്വിളക്ക് കൊടുക്കുന്ന നല്ലതാണ്, നല്ല നെയ്യ് കൊടുക്കുന്ന നല്ലതാണ്. സാമ്പത്തികത്തിന് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഭാഗ്യത്തിന് നല്ലതാണ്. ഇതൊക്കെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങളാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതെല്ലാം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അതായത് നിങ്ങളിൽ എത്തട്ടെ, നിങ്ങളിത് കാണുമാറാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ പ്രവർത്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. പിന്നെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ഇപ്പം എൻ്റെ വീട്, അല്ലെ എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അല്ലെ എൻ്റെ വൈഫ്, അല്ലെ എൻ്റെ ഭർത്താവ്, ഇങ്ങനെ ഞാനും എൻ്റേതും മാത്രമായിട്ട് ജീവിക്കരുത്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഒക്കെ ശരി തന്നെ. അതൊക്കെ വേണം, വേണ്ടെന്നല്ല പറഞ്ഞു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾ ആശുപത്രിയിൽ കിടക്കുന്നു, നിവൃത്തിയില്ല, പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തണം, ബുദ്ധിമുട്ടാണ്, പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക. ഒരു കുടുംബത്തിന് ചികിത്സിക്കാൻ നിവൃത്തിയില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പം ആരെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു പുണ്യം വേറെ ഇല്ല. അതായത് ഞാൻ ചിന്തിക്കുന്നതിനാ, ഞാൻ ചത്ത് കിടക്കുമ്പോൾ എൻ്റെ കൈകൾ ഇങ്ങനെ കിടക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരുന്നപ്പം ഈ കൈകൾ കൊണ്ട്, ഈ വാവുകൊണ്ട് ഞാൻ ആ ഈശ്വരന്റെ മഹത്വത്താൽ, എൻ്റെ കഴിവല്ല, ഒരുപാട് ആളുകൾ അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് എനിക്ക് അത് മാത്രം മതി. അത് എൻ്റെ കഴിവല്ല, ഞാനല്ല പറയുന്നതും ഈശ്വരൻ തരുന്ന ജ്ഞാനമാണ്. അതിന് ഈശ്വരന് നന്ദി, മഹത്വം ഓരോ നിമിഷവും ഓരോ ശാസ്ത്രത്തിലും ഞാൻ പറയുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം ഉണ്ടാവണം. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. പിന്നെ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക, പിന്നെ മരത്തിനൊക്കെ അല്ലെ വൃക്ഷങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കുക, പ്രകൃതിക്ക് മറ്റുള്ളവർക്ക് ഒക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം. അപ്പോഴേ ജീവിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ കുറച്ച് അസുഖമായി ആശുപത്രിയിൽ പോയി മരിച്ചു, എന്തു കാര്യം?
പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നൊരു തോന്നലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ വിശക്കുന്നവനൊരു ആഹാരം മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു 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 കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നു. ഈ മറ്റുള്ളവർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്ന വലിയൊരു പുണ്യമാണ് കേട്ടോ. അത് വലിയൊരു പുണ്യമാണ്. കാരണം ഒരാൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു 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 ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് മറ്റൊരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, ഒന്ന് അയാളുടെ പേര് കറക്റ്റായിട്ട് വിളിക്കുക. അത് അയാൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. എന്നുവെച്ചാൽ വട്ടപ്പേരോ അല്ലെ ഈ കളിയാക്കിയുള്ള പേരോ ഇരട്ടപ്പേരോ ഒന്നും വിളിക്കരുത്. അവരുടെ പേരെന്താണോ അത് സത്യസന്ധമായിട്ട് അവരുടെ മുഖത്ത് നോക്കി വിളിക്കുന്നത് അവർ കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. രണ്ട്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടാതിരിക്കുക. എന്നുവെച്ചാൽ തെറ്റുകളെ തിരുത്തരുതെന്നല്ല പറഞ്ഞത്, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം, പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ എപ്പോഴും ഇടപെടരുത്. കാരണം അവർക്ക് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന പോലെ ഈശ്വരൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്, അതിൽ ഇടപെടാൻ പാടില്ല. ഇപ്പോൾ ഒരു പുഴുവാണെങ്കിൽ പോലും അത് നമുക്ക് ശല്യമില്ലെങ്കിൽ അതിനെ കൊല്ലരുത്. കാരണം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ അതിനും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊരു ശല്യം വരാത്ത ഒരു ഇതിനെ ഉപദ്രവിക്കരുത്, അതും ഭൂമിയിൽ ജീവിച്ചു പോട്ടെ. അതാണ് ആ ചിന്തയാണ് ഈശ്വരൻ, അതാണ് പ്രാർത്ഥന ഈശ്വരനോടുള്ളത്. അല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രകൃതിയോട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴേ ശരിക്കും ഈശ്വരനെ അറിയാം. അതാണ് ഈശ്വരനുള്ള യഥാർത്ഥ പ്രാർത്ഥന. അതുപോലെ ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഒരിക്കലും ഒരാളുടെ ജോലിക്ക് പാര വെക്കരുത്, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ആരെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന പോട്ടെന്നേ. മറ്റുള്ളവരെ 10 പേരുടെ മുന്നിൽ വെച്ച് ഒരാളെ മോശമായിട്ട് സംസാരിക്കരുത്. കാരണം അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് മനോദുഃഖം ഉണ്ടാകുമെന്നറിയോ. നമ്മൾ ആരും മിടുക്കന്മാരൊന്നുമല്ല, നമ്മുടെ തോന്നല. നമ്മൾ ഒരു മിടുക്കനുമല്ല. ഈശ്വരന്റെ മുന്നിൽ ഒരു നിമിഷം മതി മിടുക്കന്റെ മിടുക്കത്തിലൊക്കെ പോകാൻ. നമ്മളാ മിടുക്കനാന്നുള്ള ചിന്തയില്ല മറ്റുള്ളവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചിലപ്പോൾ ഒന്ന് കളിയാക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരാളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് പറയുക. ആളുകളുടെ മുന്നിൽ വെച്ച് അവരെ കളിയാക്കുക, അല്ലെ അവരെ ഇകഴ്ത്തി സംസാരിക്കുക, ആളുകളുടെ മുന്നിൽ വെച്ച് ശാസിക്കുക, അതൊക്കെ കഴിവതും ഒഴിവാക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ ഈശ്വരനുള്ള പ്രാർത്ഥനയാകുന്നത്. അല്ലാതെ പുസ്തകങ്ങളിലുള്ള മന്ത്രങ്ങൾ വായിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നോ മാത്രമല്ല പ്രാർത്ഥന. അതൊക്കെയാണ് ഈശ്വരൻ. അപ്പൊ നമുക്ക് ഉള്ളിൽ ആ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമാണ്. ഈശ്വരൻ അങ്ങനെയുള്ളവർക്ക് ചോദ്യമല്ല, ഉള്ളിൽ നിന്ന് വരുന്നൊരു ഉത്തരമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മുടെ മാതാപിതാക്കളെ ഞാൻ പറഞ്ഞല്ലോ, മാതാവും പിതാവും കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിലെല്ലാം ഉള്ളൂ. കാരണം നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന അവരുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന പോലും അവരുള്ളതുകൊണ്ട്, അല്ലേ നമ്മളില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ വലിയ മിടുക്കനാണെന്നൊക്കെ നമുക്ക് വെറും തോന്നല. നമ്മൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്നു ഒന്നുമല്ല. അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. അപ്പൊ അവരിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത്. അവര് നമ്മുടെ ഈശ്വരനാണ്. അപ്പൊ അവരെ മാതാവിനെ വണങ്ങുമ്പോൾ, പിതാവിനെ വണങ്ങുമ്പോൾ, അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ, അവരോടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ആ സമയങ്ങളിലൊക്കെ ഈശ്വരൻ സന്തോഷിക്കും. നമ്മൾ അവരെ പ്രീതിപ്പെടുത്തുമ്പോൾ. മാതാവും പിതാവും കഴിഞ്ഞേ ഉള്ളൂ ഗുരുവും ദൈവവും. അല്ല ലോകം മുഴുവൻ പോയി ചാരിറ്റി ചെയ്യുക, സ്വന്തം അച്ഛനെ അമ്മയെ നോക്കുന്നില്ല, ഒരു കാര്യമില്ല. ചാരിറ്റി ഒക്കെ നല്ലത് തന്നെ, അത് അച്ഛനെയും അമ്മയും നോക്കണം. പിന്നെ നമ്മുടെ ഒരു സഹോദരൻ അല്ലെ സഹോദരി, അവനൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, മറ്റുള്ളവർ ചോദിക്കുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടത്തില്ല. പക്ഷെ അത് നമുക്കറിയായിരിക്കും. അത് അല്പം സാമാന്യം കോമൺ സെൻസ് ഉള്ളവർക്കാണെങ്കിൽ അറിയാം. അറിയത്തില്ലെന്ന് പറയുന്നത് വെറുതെ പറയുന്ന. നമുക്കറിയാം തീർച്ചയായിട്ടും. അറിഞ്ഞ് സഹായിക്കുക. അല്ലാതെ അവനെ ഒരു സാമ്പത്തിക ദുരിതം വന്നു, അവനെ മരിച്ചു കഴിയുമ്പം പോയി വലിയ ഡയലോഗ് അടിക്കുക, അല്ലെ അവിടെ പോയി വലിയ പന്തലിടുക, വലിയ കഷ്ടങ്ങൾ പറയുക, അയ്യോ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിലും മറ്റുള്ളവർക്കും ഒക്കെ നമുക്ക് പറ്റുന്ന ചാരിറ്റികൾ ചെയ്യാം. നമ്മളെ കൂടെ പറ്റുന്ന മതിയെന്നേ. ഒന്നുമില്ല, ഒരാൾക്കൊരു നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. നമുക്ക് എന്തെല്ലാം ഒരു ദിവസം എത്ര പേർക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതും ഒരു പ്രധാന കാര്യമാണ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ശിവോഹം. ഇതൊക്കെ എന്താണ്? ശിവോഹമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെയും നിങ്ങളുടെ വെളിയിലുള്ള പ്രകൃതിയിലുള്ള മറ്റാളുകളുടെ ഉള്ളിലുള്ള ഈശ്വരനും ഒന്നാണെന്ന് അറിയുന്നതാണ് ശിവോഹം.